കുട്ടികളെ ബയോ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സുവോളജി ലാബ് എക്സാമിലെ ജോയിൻറ്റുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ജോയിൻറ്റുകൾ നമ്മുടെ ലാബ് എക്സാമിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും, തേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ജോയിൻറ്റ് നിങ്ങളുടെ എക്സാമിനർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സീറ്റിൽ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജോയിൻറ്റിൻ്റെ പേരെഴുതുക. പേരെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അര മാർക്ക് ലഭിക്കും, ഹാഫ് മാർക്ക് ലഭിക്കും. ഇതുകൂടാതെ ഈ ഒരു ജോയിൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത, ചില എക്സാമിനേഴ്സ് ഇതിൻ്റെ ലൊക്കേഷൻ ചോദിക്കും, എവിടെയാണ് ഈ ജോയിൻറ്റ് കാണപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ജോയിൻറ്റിന് ഒരു എക്സാമ്പിൾ ചോദിക്കും. അതുമല്ലെങ്കിൽ ഈ ജോയിൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആൻസർ ചെയ്യാമെന്ന് പറയാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ജോയിൻറ്റ്, ഈ ഒരു ചിത്രം മാത്രമായിട്ട് അവിടെ എക്സിബിറ്റ് ചെയ്യാം. അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എക്സാമിനർ ഹൈഡ് ചെയ്യും, മറച്ചു വെക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് ഏതാണ്? ഈ ജോയിൻറ്റിൻ്റെ പേരാണ് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കണ്ടാൽ എന്ത് എഴുതണം? ദ ജോയിൻറ്റ് ഈസ് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹിപ്പ് ജോയിൻറ്റ്. ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊരയുടെ ഭാഗത്തുള്ള ജോയിൻ്റാണ് അല്ലേ. ഇനി അതല്ല, ചില എക്സാമിനേഴ്സ് നമ്മുടെ ഇതേ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനാണ് നമ്മുടെ ഷോൾഡറിൽ കാണപ്പെടുന്നത്. അതാണെങ്കിൽ ഷോൾഡറിലാണ് ഇതിൻ്റെ ലൊക്കേഷനായിട്ട് എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ ഷോൾഡറിലും അതുപോലെ ഹിപ്പിലും കാണപ്പെടുന്നത് ഒരേ ജോയിൻ്റാണ്. ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊരയുടെ ഭാഗം, ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാൻ ചോദിച്ചാൽ മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആൻഡ് പ്ലെയിൻ. പല ഡയറക്ഷനിലും പല പ്ലെയിനുകളിലും മൂവ്മെൻറ്റ് സാധ്യമാകും എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ ജോയിൻറ്റിനെ പറ്റി എഴുതുന്നത്. രണ്ടാമത്തെ ജോയിൻ്റാണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് കാണപ്പെടുന്ന രണ്ട് ഭാഗം നമ്മുടെ ബോഡിയിലുള്ളത്. ഒന്ന് നീ ജോയിൻറ്റ്, കാൽമുട്ടിലും, രണ്ട് എൽബോ, കൈമുട്ടിലുമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് വിത്തരിക. അപ്പോൾ ഈ ചിത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക? ദ ജോയിൻറ്റ് ഈസ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് എഴുതുക. അവർ എക്സാമ്പിൾ ചോദിച്ചാൽ നീ ജോയിൻറ്റ് അല്ലെങ്കിൽ എൽബോ ജോയിൻറ്റ് എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് ഇൻ വൺ പ്ലെയിൻ ഓൺലി. നമ്മൾ നേരത്തെ പറഞ്ഞ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് പല പ്ലെയിനുകൾ, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഉണ്ട്. ഏത് ജോയിൻറ്റിന്? ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന്. എന്നാൽ ഹിഞ്ച് ജോയിൻറ്റിന് ഒരു പ്ലെയിനിൽ മാത്രമേ മൂവ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? മൂവ്മെൻറ്റ് ഇൻ വൺ പ്ലെയിൻ. എന്നാൽ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസോ മൂവ്മെൻറ്റ് ഇൻ മെനി പ്ലെയിൻസ്. ഓക്കെ, ഇനി മൂന്നാമതായി നമുക്ക് തരാൻ സാധ്യതയുള്ള വേറൊരു ജോയിൻറ്റിൻ്റെ ചിത്രമാണിതാ. ഈ ഒരു ചിത്രം തരും. എന്നിട്ട് എന്ത് പറയും? ഐഡൻറ്റിഫൈ ദ ജോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്നാണ് എഴുതേണ്ടത്. ഒരു സ്കൂളിൽ പരമാവധി 3 ജോയിൻറ്റ് മതി. നമ്മളിവിടെ 4 ജോയിൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളത്തെ ടീച്ചറോട് ചോദിക്കുക, നമുക്ക് ഏതെല്ലാം ജോയിൻ്റാണ് വരിക നിങ്ങൾ ചോദിക്കണേ. അപ്പോൾ ഗ്ലൈഡിങ് ജോയിൻറ്റ്, ഈ ഗ്ലൈഡിങ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിളോ ലൊക്കേഷനോ ചോദിക്കുകയാണെങ്കിൽ ആംഗിൾ ജോയിൻറ്റ് എന്ന് എഴുതിയാൽ മതി. ആംഗിളും ചില സ്കൂളിലൊക്കെ നമ്മുടെ എന്താ പറയുക, റിസ്റ്റിൻ്റെ ചിത്രമാണ് വെക്കെങ്കിൽ റിസ്റ്റ് എന്ന് എഴുതണം. ഏതാണോ അവിടെ വെച്ചിരിക്കുന്നത് അത് എഴുതുക. ഇനി എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടും എഴുതട്ടോ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ ഗ്ലൈഡിങ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് അലോസ് ദ മൂവ്മെൻറ്റ് ഇൻ 2 ഡയറക്ഷൻ. 2 ഡയറക്ഷനിൽ അത് മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ, അത്രയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇനി നാലാമത്തെ ജോയിൻ്റാണ് പൈവോട്ട് ജോയിൻറ്റ്. ചില സ്കൂളിലൊക്കെ ഈ ഒരു പൈവോട്ട് ജോയിൻറ്റ് നമ്മുടെ കഴുത്തിലുള്ള നമ്മുടെ സ്കള്ള്, നമ്മുടെ തലയോട്ടിയുടെയും അതുപോലെ അറ്റിലസ് വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വെർട്ടിബ്രല്ല, കഴുത്തിലുള്ള വെർട്ടിബ്രല്ല 1, 2, 3 ഇങ്ങനെ പോയിട്ട് 7 വെർട്ടിബ്രയാണ് നമ്മുടെ കഴുത്തിലുണ്ടാകുക, ഇവിടെ മുതൽ ഇവിടെ വരെ. അതിൽ ഒന്നാമത്തേൻ്റെ പേരാണെന്ത്? അറ്റിലസ് വെർട്ടിബ്ര. ഈ അറ്റിലസ് വെർട്ടിബ്രയുടെയും ഈ സ്കള്ളിൻ്റെയും ഇടയിലുള്ള ഈ ജോയിൻ്റാണെന്ത്? പൈവോട്ട് ജോയിൻറ്റ്. അതാണ് നമ്മളെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈവോട്ട് ജോയിൻറ്റ് ചിത്രം തന്നാൽ എന്ത് എഴുതുക? ദ ഗിവൺ ജോയിൻറ്റ് ഈസ് പൈവോട്ട് ജോയിൻറ്റ് എന്ന് എഴുതുക. ലൊക്കേഷൻ ചോദിച്ചാൽ ബിറ്റ്വീൻ സ്കൾ ആൻഡ് അറ്റിലസ് വെർട്ടിബ്ര എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്ന് എഴുതിയാലും മതിയാവും. ഓക്കെ, ഇത്രയാണ് ജോയിൻറ്റുകളായിട്ട് വരിക. ഇതിന് ആകെ നമുക്ക് വരുന്ന മാർക്ക് 1 മാർക്കാണ്. ജോയിൻറ്റിൻ്റെ പേര് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് മാർക്ക് കിട്ടും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതിയാൽ ഹാഫ് മാർക്ക്.
ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ഇമ്പോർട്ടൻസ് എഴുതുക, എക്സാമ്പിൾ ആണെങ്കിൽ എക്സാമ്പിൾ എഴുതുക, ലൊക്കേഷൻ ആണെങ്കിലും അത് എഴുതുക. ലൊക്കേഷനും എക്സാമ്പിളും ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ജോയിൻ്റാണ് കിട്ടിയത് അതിൻ്റെ 3 പോയിൻറ്റ്സും എഴുതി വെച്ചാലും മതിയാവും. നിങ്ങളുടെ എക്സാമിനേഴ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും. അവരെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ്. അവർ നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. എല്ലാവരും ഈ ഒരു 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ 1 മാർക്കും നിങ്ങൾ ഉറപ്പായിട്ടും നേടിയെടുക്കുക. എല്ലാവരും മികച്ച സ്കോറുകൾ നേടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളും സെക്കൻഡ് ഇയറിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകളും നന്മകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.